ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിൻറ്റ് റോളിംഗ് മൊണാസ്ട്രി ആണ് കേട്ടോ. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഡെറാഡൂണിലാണ് മൊണാസ്ട്രി ഉള്ളത് കേട്ടോ. എനിക്കിതുപോലെയുള്ള മൊണാസ്ട്രീസും ബുദ്ധ ടെമ്പിൾസും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടേക്ക് പോയാൽ ഒരു പോസിറ്റീവ് എനർജിയും ഒരു കാംനെസ്സും ഒക്കെ കിട്ടണ പോലെയാണ്. കുറച്ച് കാലം ഞാൻ ഭൂട്ടാനിലുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് അറിഞ്ഞതാണ് കേട്ടോ. അതായത് ടിബറ്റൻ ജീവിതശൈലിയും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് അവരുടേത്. ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര കാമായിട്ടുള്ള ഒരു ലൈഫാണ് അവിടുത്തുകാരുടേത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭൂട്ടാൻ ലൈഫൊക്കെ ഓർമ്മ വന്നു കേട്ടോ. 1676 റിഗ്സിൻ തെൻഡെക് ലിംഗാപ്പ ആണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തത് കേട്ടോ. പക്ഷേ 1965 അത് റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോച്ചൻ റിംപോച്ചെ വന്നിട്ട്. ഇപ്പം ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഈ മൊണാസ്ട്രി ഉള്ളത്. അടിപൊളിയാണ് കാണാൻ, ഭയങ്കരമായിട്ടൊരു കാംനെസ്സും അവരുടെ ആ മന്ത്രങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ. ഡെറാഡൂണിലെ ടൂറിസ്റ്റ് പ്ലേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒന്നും ഈ ഒരു മൊണാസ്ട്രി തന്നെയാണ് കേട്ടോ. അവിടെയുള്ള ഈ സ്തൂപമൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് കണ്ണിന് കുറച്ച് കുളിർമയുള്ള കാഴ്ചകൾ നമുക്ക് എപ്പം കാണാനും ഭയങ്കര രസമായിട്ട് തോന്നുമല്ലോ. അതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനോടൊക്കെ യോജിച്ച് പോകുന്ന ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഡെറാഡൂൺ പൊതുവേ കുറച്ച് തണുപ്പുള്ളൊരു സമയങ്ങളാണ്. എല്ലാ കാലത്തും ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഡെറാഡൂൺ. അതുകൊണ്ട് തന്നെ ഏപ്രിൽ ടു ജൂണാണ് ഏറ്റവും ബെറ്ററായ സമയം ഇവിടെ വരാനായിട്ട്. ഇവിടെ ഈ ഒരു കാറ് വെച്ചത് കണ്ടില്ലേ, അത് ദലൈലാമ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന കാറാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 3 വർഷമൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 50 പേര് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടാണ് ഇത് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതെന്നാണ് പറയണത്. എനിക്കെന്തായാലും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമാണോ എന്ന് നോക്കി പറയണേ. ഇതുപോലെയുള്ള മൊണാസ്ട്രികളിലൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസ്ഫുള്ളായിട്ടുള്ള ബുദ്ധിസത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഈ കറക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, ഇത് അവരുടെ ഒരു പ്രാർത്ഥനയാണ്. ഇത് കറക്കിക്കൊണ്ട് അവരിങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ് ചെയ്യുക. നമ്മൾ ഭൂട്ടാനിലായിരുന്ന സമയത്തും ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ബുദ്ധിസ്റ്റ് ലൈഫ്, അതല്ലെങ്കിൽ തിബറ്റൻ ലൈഫിൽ. ഇതൊരു തിബറ്റൻ സ്റ്റൈലായിട്ടുള്ള ഒരു ടെമ്പിൾ തന്നെയാണിത്, മിൻറ്റ് റോളിംഗ് എന്ന് പറയുന്നത്. അവരതാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് തിബറ്റൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഈ ഓരോ ഗിഫ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനങ്ങൾക്ക് അതൊക്കെ ഈ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ ഐറ്റംസാണിത്. എനിക്കിതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വിളക്ക് കണ്ടോ, ഇത് ടിബറ്റ് നമ്മുടെ നിലവിളക്ക് പോലെ അവർ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വിളക്കാണ്. അപ്പം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഈ പ്രെയർ ബൗള്, ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം. ഭയങ്കര റേറ്റും അല്ല, എന്നാൽ അത്യാവശ്യം അഫോർഡബിളായ റേറ്റിൽ അവർ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടിബറ്റൻ ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഒരു സൈഡിലായിട്ട്. അടിപൊളിയാണ് എന്തായാലും കാണാനായിട്ട്.
ഈ ബുദ്ധ സ്തൂപിൻ്റെ ഉള്ളിൽ ബുദ്ധൻ്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പറ്റും. നമ്മൾ മൈസൂരിലൊക്കെ ഗോൾഡൻ ടെമ്പിളിലുള്ള ആൾക്കാർക്ക് പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ബുദ്ധൻ്റെ ഒരു വലിയൊരു രൂപം തന്നെയാണുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതിനുള്ളിലത്തെ കാര്യങ്ങൾ. പിന്നെ ഈ പെയിൻറ്റിങ്സ് എല്ലാം ഹാൻഡ് പെയിൻറ്റിങ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണ്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഇതേപോലുള്ള തടാകങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് രസമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് എല്ലാവരും വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ മണി. അപ്പം അവിടെ കണ്ടപ്പോൾ ഞാനും അടിച്ചു. ഈ നോർത്തിലാണെങ്കിലും നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയാൽ നമുക്കിങ്ങനെ മണി അടിക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ പോയിട്ട് മണി അടിച്ചാൽ പ്രശ്നമാവുമല്ലോ. പക്ഷെ ഇവിടെ അതൊന്നും പ്രശ്നമില്ല. അതേപോലെ തന്നെ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിലും പോയിട്ട് നമുക്കിങ്ങനെ മണിയൊക്കെ അടിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ ബുദ്ധേൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര എത്രയോ അടി ഉയരത്തിലാണ് അതുള്ളത്. അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു കറക്കണ സംഭവം. അപ്പം ഞാനും അങ്ങനെ മന്ത്രമൊന്നും ചൊല്ലാൻ അറിയില്ലെങ്കിലും ഞാനും ഒന്ന് പ്രാർത്ഥിച്ച് കറക്കിയിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. നമ്മുടെ ആ ഒരു ഫ്ലാഗ്, ടിബറ്റൻ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അതും നല്ല രസമാണ് കാണാൻ. ഇതിന് മുകളിൽ വരെ നമുക്ക് കയറാം. പക്ഷേ ഷൂസ് പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം കേട്ടോ നമ്മളതിന് ആ സ്റ്റെപ്പ് മൊത്തം കയറാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു സംഭവങ്ങളില്ലേ, ആ കറക്കണ ആ പ്രാർത്ഥനത്തിൻ്റെ ആ ഒരു അത് മൊത്തം നമുക്ക് വേണമെങ്കിൽ കറക്കി നടക്കാം. കുറേ ഉണ്ട്. ഞാൻ കുറേയൊക്കെ കറക്കി നോക്കി. അങ്ങനെ ആ ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കറക്കുന്നുണ്ട്. അധികവും ഇവിടെ ഉള്ളത് ഹിമാചലിൽ നിന്നുള്ള, അതായത് ആ ഒരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. ഇവിടുത്തെ ഡിവോട്ടീസ് കാര്യങ്ങളൊക്കെ. ആ ബുദ്ധൻ്റെ ആ സ്തൂപം ഭയങ്കര വലുതാട്ടോ. നമ്മൾ കുറേ ദൂരത്ത് നിന്ന് നോക്കിയാലും നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഗോൾഡൻ കളറിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഋഷിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ജനിച്ചത് ഭൂട്ടാനിലായതുകൊണ്ട് തന്നെ അവന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിട്ടൊരു ആത്മബന്ധം ഉണ്ടെന്ന്. മൊത്തത്തിൽ നല്ലൊരു നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ്, ഒരു പീസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും. ഇതിലൂടെ നമുക്ക് കയറി ഇവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ചെരുപ്പൊന്നും ഇടാതെ വേണം പോകാൻ. അവിടെ അതൊക്കെ നോക്കാനായിട്ട് കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെറാഡൂണൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസും കൂടി സന്ദർശിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം നല്ലതാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതും നമ്മൾ കുഞ്ഞുങ്ങളെ കാണിക്കുന്നതും നല്ലതാണ്. കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള പ്ലേസിലും കൂടി അവരെ, അങ്ങനത്തെ പ്ലേസും കൂടി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല. ഇപ്പം മൊത്തത്തിൽ കുട്ടികൾ ഭയങ്കര അങ്ങനത്തെ ഫിലിംസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാർട്ടൂൺസ് ആണെങ്കിലും ഭയങ്കര ഒരു ഹറിബറി ലൈഫാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെയും ഒരു പീസ്ഫുൾ ലൈഫ് ഉണ്ട് എന്നുള്ളത് അവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.